ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് കളമൊരുങ്ങുകയാണ്. ഏറെ നാളായി അക്ഷമരായി കാത്തിരിക്കുകയായിരുന്നു എന്നാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുക എന്നത്. ഏതായാലും നാളെ ആ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുകയാണ്. നാളെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളായ 3 പേരും ഒരുമിച്ചാണ് ആ വാർത്താ സമ്മേളനം നടത്തുക. രാജ്യം മുഴുവൻ അതിനുവേണ്ടി കാതോർത്തിരിക്കുകയാണ്. എത്ര ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടക്കും, എന്ന് തെരഞ്ഞെടുപ്പ് ആരംഭിക്കും, എന്നാണ് വോട്ടെണ്ണൽ പ്രക്രിയ എന്നാണ് ഏവരും അറിയാൻ കാതോർത്തിരിക്കുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളെ നിയമിച്ച് പിറ്റേന്ന് തന്നെ ഒരു തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുക എന്നത് ചരിത്രത്തിൽ ആദ്യമാവും, അല്ലേ മനു? ഈ ഒരു വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷണറായിരുന്ന അരുൺ ഗോയൽ രാജി അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപിക്കുന്നത്. അദ്ദേഹത്തിന് ചീഫ് ഇലക്ഷൻ കമ്മീഷണറുമായി ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ തരത്തിലൊക്കെയുള്ള സൂചനകളും വാർത്തകളും ഒക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനത്തിന് തയ്യാറായി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ രാജി ഉണ്ടായത്. അത് ഒരു പക്ഷേ ഈ രാജി നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ മുൻകൂട്ടി കണ്ടു എന്ന് വേണം അനുമാനിക്കാൻ. കാരണം രാജി വയ്ക്കുന്നതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ പിന്നീട് ഇതൊരു വലിയ നടപടിക്രമങ്ങളുണ്ട് രാജി വെച്ചാൽ. കാരണം 3 പേരുള്ളൊരു കമ്മീഷനാണല്ലോ നമുക്ക് ഉള്ളത്. നേരത്തെ ഇത് ഏകാംഗ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ മാത്രം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 89-ലാണ് 2 അഡീഷണൽ കമ്മീഷണർമാരെയും കൂടി നിയമിക്കുന്നൊരു രീതി വന്നത്. അതൊരു ചെറിയ കാലത്തേക്ക് 90 വരെ അങ്ങനെ പോയി. പക്ഷേ 93-ലാണ് ഈ 2 അഡീഷണൽ ആയിട്ട് ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് പുറകെ കൂടാതെ 2 ഇലക്ഷൻ കമ്മീഷണർമാരെ കൂടി നിയമിക്കുന്ന ഒരു രീതി വരുന്നത്. അപ്പോൾ അതിൽ ഈ പെട്ടെന്ന് ഇദ്ദേഹത്തിൻ്റെ രാജി വന്നു. നേരത്തെ തന്നെ ഒരു അശോക് ലവ്സ എന്ന് പറയുന്ന ഒരു കമ്മീഷണർ രാജിവെച്ചിരുന്നു. അദ്ദേഹം ഒട്ടനവധി അഭിപ്രായ ഭിന്നതകളെ തുടർന്നാണ് രാജിവെക്കുന്നത്. അദ്ദേഹം പിന്നീട് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ വൈസ് പ്രസിഡൻ്റൊക്കെ ആയിട്ട് പോവുകയും ചെയ്തു. അപ്പോൾ ഈ പുതിയ കമ്മീഷണർമാരെ തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമല്ല. അപ്പോൾ അതിനൊരു പാനൽ തയ്യാറാക്കണം. അപ്പോൾ അർജുൻ റാം മേഘ്വാൽ നിയമമന്ത്രി അത് സംബന്ധിച്ചുള്ള പാനൽ അദ്ദേഹത്തിന് റെഡിയായിരുന്നു. ആ പാനലിന് ശേഷം ഇത് ഒരു പ്രത്യേക സമിതിയാണല്ലോ, പ്രധാനമന്ത്രി നേതൃത്വം നൽകുന്ന പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ഏറ്റവും വലിയ പാർട്ടിയിലെ നേതാവോ ഒക്കെ ഉൾപ്പെടുന്ന ഒരു സമിതിയാണല്ലോ ഈ ആളുകളെ നിശ്ചയിക്കുന്നത്. അപ്പോൾ ഉടനെ തന്നെ ഈ സമിതി കൂടുന്നു. സമിതി കൂടി അതിൽ 2 പേര് രാജീവ് കുമാറിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ജ്ഞാനേഷ് കുമാറിനെയും സുഖ്ബീർ സിംഗ് സന്ധുവിനെയും തിരഞ്ഞെടുക്കുന്നു. 2 പേരും മുൻ IAS ഉദ്യോഗസ്ഥരാണ്, വ്യക്തമായ ക്രെഡൻഷ്യൽസ് ഉള്ള ആളുകളാണ്. അവരെ പെട്ടെന്ന് തന്നെ തിരഞ്ഞെടുത്തതിന് ശേഷം അവർ ഉടനെ തന്നെ യോഗം ചേരുന്നു. ആ യോഗത്തിൽ തന്നെ അടുത്ത ദിവസം തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കും എന്ന പ്രസ്താവന അവർ പുറത്തുവിടുന്നു. അത് ട്വിറ്ററിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ട്വിറ്ററിൽ വരികയും ചെയ്യുന്നു. അപ്പോൾ ഇത് തെരഞ്ഞെടുപ്പിൻ്റെ തീയതികളെക്കുറിച്ചൊക്കെ നേരത്തെ തന്നെ ഇലക്ഷൻ കമ്മീഷന് കൃത്യമായ ഒരു ധാരണയുണ്ടായിരുന്നു. അപ്പോൾ ഈ രാജി വലിയ തോതിൽ ഈ കമ്മീഷൻ്റെ പ്രവർത്തനത്തെ ബാധിച്ചില്ല എന്ന് വളരെ വ്യക്തമാകുന്ന ഒരു രീതിയാണ്. ഏതായാലും നാളെ അതിൻ്റെ തെരഞ്ഞെടുപ്പ് തീയതികൾ വരുന്നതോടുകൂടി പിന്നീട് അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കിടക്കും. മാതൃകാ പെരുമാറ്റച്ചട്ടം വരും. തുടർന്ന് ഇനി അങ്ങോട്ടേക്ക് കുറേ കൂടി രാഷ്ട്രീയ പാർട്ടികളും സർക്കാരുകളും എല്ലാം കുറേ കൂടി ഗൗരവത്തോടു കൂടിയും ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കേണ്ട കാലം വരികയും ആണ്. കഴിഞ്ഞ തവണ മാർച്ച് 10-നായിരുന്നു തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ഒരു 6 ദിവസത്തിന്റെ ഒരു വ്യത്യാസം, ആ ഒരു വ്യത്യാസം വലിയൊരു വ്യത്യാസമായി കണക്കാക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അല്ലേ? അല്ല, സ്വാഭാവികമായും നമ്മുടെ പാർലമെൻറ്റിൻ്റെ കാലാവധിക്ക് ജൂൺ പകുതി വരെ ഉണ്ട്. അപ്പം മാത്രമല്ല, പ്രധാനമന്ത്രി നേരത്തെ തന്നെ ജൂണിലായിരിക്കും തൻ്റെ അടുത്ത സർക്കാരിൻ്റെ പ്രയാണം തുടങ്ങുക എന്ന് പറഞ്ഞ ഒരു സാഹചര്യം ഒക്കെ ഉണ്ട്. അപ്പോൾ 15-ന് മുന്നേ ഒരു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കൽ മതി. പക്ഷേ അതിനേക്കാൾ കുറച്ചുകൂടി മുന്നേ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും എന്നാണ് കരുതുന്നത്. അപ്പോൾ ഇതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ എങ്ങനെ ഉണ്ടാകും എന്നുള്ളൊരു ചോദ്യം കൂടി. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒഡീഷ, അരുണാചൽ പ്രദേശ്,
ആന്ധ്രാപ്രദേശ്, സിക്കിം ഈ സംസ്ഥാനങ്ങളിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഒഡീഷയിൽ ലോക്സഭയിലേക്ക് 21 സീറ്റുകളാണുള്ളത്, നിയമസഭയിലേക്ക് 147. ഇവിടെ ഒഡീഷയിൽ ഇന്ന് കോൺഗ്രസ് പ്രകടന പത്രിക ഉൾപ്പെടെ പുറത്തിറക്കിയ ഒരു സാഹചര്യമുണ്ട്. 15 ലക്ഷം ആളുകൾക്ക് ആരോഗ്യ ഇൻഷുറൻസ്, കർഷകർക്ക് പെൻഷൻ, അങ്ങനെ വലിയ വാഗ്ദാനങ്ങളാണ് കോൺഗ്രസ് ഒഡീഷയിൽ നടത്തിയിരിക്കുന്നത്. ഒഡീഷയിൽ കോൺഗ്രസിന് ഒരു നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണോ മനു? ഒഡീഷയിലെ തെരഞ്ഞെടുപ്പ് വരുന്നു. അതിൽ ഏറ്റവും ആദ്യം പ്രഖ്യാപിക്കേണ്ടത് ആന്ധ്രാപ്രദേശിലെയാണ്. കാരണം ആന്ധ്രാപ്രദേശിലെയാണ് ഈ 15 ജൂണിലാണ് ആന്ധ്രാപ്രദേശിലെ മുൻ സർക്കാരിൻ്റെ കാലാവധി തീരുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവിടെയാണ് ആദ്യം അത് തെരഞ്ഞെടുപ്പ് വരിക. അതിനുശേഷം അരുണാചൽ പ്രദേശിലാണ്. അരുണാചൽ പ്രദേശിൽ 2 ജൂൺ 2-ന് ഈ നിലവിലെ സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കും. അതോടൊപ്പം തന്നെ ഒഡീസയിലും സൂചിപ്പിച്ചതുപോലെ 2 ജൂണിന് അവിടെ പിന്നെ ഇത് അവസാനിക്കും. സിക്കിമിൽ 3 ജൂൺ ആണ് അവരുടെ കാലാവധി അവസാനിക്കുന്നത്. അതിനുശേഷം വരേണ്ട 2 സംസ്ഥാനങ്ങളാണ് ഹരിയാനയും അതുപോലെ മഹാരാഷ്ട്രയും. ഹരിയാനയിൽ 90 സീറ്റുകളാണുള്ളത്. മഹാരാഷ്ട്രയിൽ 288 സീറ്റുകൾ ഉള്ള വലിയൊരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഈ ആന്ധ്രാപ്രദേശിലെ തെരഞ്ഞെടുപ്പ് ഒരല്പം വലിയൊരു തെരഞ്ഞെടുപ്പാണ്. 175 സീറ്റുകൾ. അവിടെ സഖ്യസാധ്യതകൾ എല്ലാം തയ്യാറായിരിക്കുന്നു. ഒഡീഷയിലും സമാനമായ ഒരു സാഹചര്യം. കോൺഗ്രസിന് ഇനി അവിടെയൊക്കെ തിരിച്ചു എങ്ങനെ വരാൻ കഴിയുമെന്നുള്ള ആശങ്കയും ചർച്ചയും ഒക്കെ. ഈ ആന്ധ്രാപ്രദേശിന്റെ ഒരു കാര്യം എടുത്താൽ കഴിഞ്ഞ തവണ 175-ൽ 151 സീറ്റുകളും YSRനായിരുന്നു. ഇത്തവണ അവിടെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഏത് തരത്തിലായിരിക്കും ഇതിനെ ബാധിക്കുക? അല്ല, അവിടെ ഈ ഭരണവിരുദ്ധ വികാരം ഇപ്പോൾ എല്ലാ എക്സിറ്റ് പോളുകളിലും വരുന്നുണ്ട്. നമ്മൾ നടത്തിയ മെഗാ ഒപ്പീനിയൻ പോളിലും ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഇതായിരുന്നു. അപ്പോൾ YSR കോൺഗ്രസ്സിന് പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശിൻ്റെ ഗ്രാമീണ മേഖലയിൽ ഒക്കെ വലിയ കരുത്ത് ഉണ്ടായിരുന്നു എന്നുള്ളൊരു നിലപാടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അത് മാറും. TDPക്ക് വലിയ ഒരു മേൽക്കൈ കിട്ടും എന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ പവൻ കല്യാണിൻ്റെ പാർട്ടിയും ഉണ്ടല്ലോ, ജനസേന പാർട്ടി. അപ്പോൾ ഇവരുടെ ഒരു സഖ്യത്തിന് കൂടുതൽ സാധ്യതയുണ്ട്. അത് ഇപ്പോൾ NDA ഉണ്ട്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ അവിടെ അവർ പ്രചരണത്തിൻ്റെ ശക്തമായി ആരംഭിക്കാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അവിടെ അവർ അധികാരത്തിൽ വരുമെന്നാണ് സർവേകളൊക്കെ പ്രവചിക്കുന്നത്. അതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അവർക്ക് ഒരു മേൽക്കൈ ഉണ്ടാകും എന്നുള്ളൊരു വിഷയമാണ് അവിടെ വരുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ വലിയൊരു കൗതുകത്തോടെ ഉറ്റുനോക്കുന്നത് ഈ ജമ്മു കശ്മീരിൽ എന്ത് സംഭവിക്കുമെന്നാണ്. വോട്ടെടുപ്പ് ഉണ്ടാകണം. അവിടെ ജമ്മു കശ്മീരിൽ 114, ഇപ്പോൾ അതിൻ്റെ ഒരു ഡീലിമിറ്റേഷനൊക്കെ വന്ന സാഹചര്യത്തിൽ 114 സീറ്റുകളാണ് ജമ്മു കശ്മീരിൽ ആകെ മൊത്തമുള്ളത്. അതിൽ 24 മണ്ഡലങ്ങൾ പിന്നെ പാക് അധിനിവേശ പ്രദേശത്താണ് ഉള്ളത്. പാകിസ്ഥാൻ കയ്യേറി വെച്ചിരിക്കുന്ന പ്രദേശത്താണുള്ളത്. ബാക്കിയുള്ള ഒരു 90 മണ്ഡലങ്ങളിലാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. അത് അടിയന്തരമായി വേണം എന്നുള്ള ആവശ്യം ഒക്കെ അവിടുത്തെ ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. സുപ്രീം കോടതിയും അതിനൊരു സാവകാശം കഴിഞ്ഞ 1 വർഷത്തിനകം അതിലേക്ക് പോകണം എന്നൊരു നിർദ്ദേശം കൊടുത്തിരുന്നു. സെപ്റ്റംബറോടുകൂടി അതിന് അവസാനം. അപ്പോൾ അതും ഒരു പക്ഷേ ഈ പ്രഖ്യാപനത്തോടൊപ്പം ഉണ്ടാകുമോ എന്ന ആളുകൾ ഉറ്റുനോക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ 2014 അവിടെ ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ നടന്നത്. 2018 അത് ആ സർക്കാർ ഡിസോൾവ് ആയിപ്പോയി. കാരണം സുബിക്ക് ഓർമ്മയുണ്ട്, അന്ന് ഈ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടാണ് അവിടുത്തെ PDPയുമായി BJP സഖ്യം ചേർന്നുകൊണ്ട് അവിടെ ഒരു സർക്കാർ ഉണ്ടാക്കുന്നതൊക്കെ. ഏതായാലും 2018 സർക്കാരിനുള്ള പിന്തുണ BJP പിൻവലിച്ചു. സർക്കാർ നിലംപൊത്തി. അങ്ങനെ ഉള്ള ഒരു സാഹചര്യം അവിടെ വന്നു. പിന്നെ അതിനുശേഷം ആർട്ടിക്കിൾ 370 റദ്ദാക്കുന്ന ഒരു സാഹചര്യം വന്നു. പിന്നീടാണ് ഈ ഡീലിമിറ്റേഷനൊക്കെ വന്നത്. ഏതായാലും 43 സീറ്റുകൾ ജമ്മുവിലും 47 സീറ്റുകളായി കാശ്മീരിലും ഒക്കെ ഉണ്ട്. 7 സീറ്റുകൾ പട്ടികവർഗത്തിനും അതുപോലെ പട്ടികജാതിക്കും 9 സീറ്റുകൾ ഷെഡ്യൂൾഡ് ട്രൈബ്സിനും അവിടെ നൽകാനൊക്കെ ആയിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ തെരഞ്ഞെടുപ്പ് എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ചിത്രം കൂടി ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്.